ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിനീത VG ഈ പോളിംഗ് ബൂത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനീത, രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു VIP ഇപ്പോൾ കാണുന്നത്. സന്തോഷം, പറയും. തീർച്ചയായും SK, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിർമ്മാൺ ഭവനിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാനായി എത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിർമ്മാൺ ഭവനിൽ കൂടുതൽ വോട്ടർമാരും VIP-മാരാണ് ഇവിടെ വോട്ട് ചെയ്യാനെത്തുന്നത്. അതിനെ തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഈ മേഖലകളിലൊക്കെ ഒരുക്കിയിരിക്കുന്നത്. വലിയ മാധ്യമ സംഘം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാത്ത് പുറത്ത് നിൽക്കുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ സോണിയാഗാന്ധിയും വോട്ട് രേഖപ്പെടുത്താനായി ഈ നിർമ്മാൺ ഭവനിലേക്ക് എത്തിയേക്കും. സോണിയാഗാന്ധിക്കും നിർമ്മാൺ ഭവനിൽ തന്നെയാണ് വോട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി ഏതാണ്ട് 11 മണിയോടുകൂടിയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ അല്ല വോട്ടുള്ളത്, അത് ലോധി റോഡിലാണ്. പ്രിയങ്ക ഗാന്ധിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്താനായി എത്തിച്ചേർന്നു. ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോലീസ്. അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി വോട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നടന്ന കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കുറി വലിയ പ്രചരണം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലൊക്കെ തന്നെ ഡൽഹിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ഉണ്ടാകുന്നത്. ഒപ്പം വലിയ പ്രതിരോധം തീർത്ത ആം ആദ്മി പാർട്ടിയും BJP-യും രംഗത്തുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുക തന്നെയാണ് പാർട്ടി. ഇപ്പോൾ രാഹുൽ ഗാന്ധി പോളിംഗ് ബൂത്തിലേക്ക് എത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ മാധ്യമ സംഘം ഇവിടെയുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്